ഹേ ഗായ്സ്, ഞാൻ ഒരസ്റ്റയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈസ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലോക്കി ക്രാഫ്റ്റ് ആയിട്ടാണ്. ലോക്കി ക്രാഫ്റ്റ് 5 ആയിട്ടാണ്. അപ്പം ഇത് നോക്കി അറിയാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗൈസ്, ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഈ വില്ലേജ് അല്ലായിരുന്നു. അപ്പം ആ വില്ലേജ് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സംഭവമാണ് ഈസ്, വലിയൊരു കഥയാണ്. അപ്പം വേറെ ഒന്നുമല്ല ഈസ്, നമ്മുടെ എനിക്കിത് പറയുന്നതിന് വിഷമമൊന്നും വേറെ ഒന്നുമില്ല ഈസ്. നമ്മുടെ പന്നി കൊന്ന് ഈസ് നമ്മൾ സ്പോണായി, എന്നിട്ട് വേറെ ഏതോ കാട്ടിൽ പിന്നെ നമുക്ക് ആ വില്ലേജ് കണ്ടുപിടിക്കാൻ പറ്റിയായിരുന്നു. അതിന് ശേഷം ഞാൻ ഇപ്പോൾ പുതിയ വേൾഡ് തുടങ്ങിയതാണ് ഈ കാണുന്ന സ്ഥലം. എന്നിട്ട് കുറേ കഷ്ടപ്പെട്ടാണ് ഈ സംഭവം കണ്ടുപിടിച്ചത് തന്നെ. എന്തായാലും ഇപ്പോൾ കിട്ടിയൊരു വില്ലേജ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത വില്ലേജാണ്. വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെയുള്ള പരിപാടി എന്ന് വെച്ചാൽ വേണമെന്നല്ല, അതുകൊണ്ട് ഗൈസ് ഇവിടെ ഒരു വീട് പണിയാൻ വേണ്ടി ഞാൻ സെറ്റാക്കി. ഇവിടെ കുറേ ഡേർട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഒരു തറ പോലെ കെട്ടി. എന്നിട്ട് ഇവിടെ നമുക്ക് വീടുണ്ടാക്കണം. കാരണം സർവൈവൽ ആയതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഉള്ള റിസോഴ്സൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. മറ്റേ മിനി ബ്ലോക്ക് ക്രാഫ്റ്റ് പോലെയല്ല ഈസ്. അപ്പം മിനി ബ്ലോക്ക് ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഈസ് വേറെ ഒന്നുമില്ല, അതിൻ്റെ രണ്ടാം പാർട്ട് ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈസ് രണ്ടാം പാർട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒന്നുമില്ല ഈസ്, ഞാൻ ആ ഒരു ഗെയിം ഡിലീറ്റ് ആക്കി. വേറെ ഒന്നുമില്ല, ഫോൺ ഭയങ്കര ഹാങ് ആവുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഗെയിം ഞാൻ ഡിലീറ്റ് ആക്കി. പിന്നെ അത് ക്രിയേറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് ഒരു രസമില്ല. ഈ സർവൈവൽ കളിക്കുന്നത്ര രസം നമുക്ക് അത് കളിച്ചാൽ കിട്ടില്ല. അതിന് സർവൈവലുണ്ട്, പക്ഷേ എന്നാൽ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈസ് ലോക്കി ക്രാഫ്റ്റാണ് എനിക്ക് മിനി ബ്ലോക്ക് ക്രാഫ്റ്റിനേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പം ഇപ്പം നമുക്ക് വീടും കാര്യങ്ങളും പണിയണം. അപ്പം നമുക്ക് കുറച്ച് മരം ആവശ്യമുണ്ട് ഈസ്. വേറെ ഒന്നുമല്ലേ, മരം നമ്മുടെ ഇല്ല. അപ്പം ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കണമെങ്കിൽ മരം എടുക്കണം. നമ്മളാണെങ്കിൽ ആക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈസ്. അപ്പോൾ കുറച്ച് മരമൊക്കെ വെട്ടട്ടെ. ഗൈസ്, ഈ ഗെയിമിൽ മൃഗങ്ങളാണ് ഈ സീൻ കാണിച്ചു തരാം ഗൈസ്. വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ ഈ ഗെയിമിലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഇങ്ങനത്തെ ഗെയിമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടൈപ്പ് മൃഗങ്ങളെ കാണുന്നത്. ഇനി മുമ്പ് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ. അപ്പം മൈൻക്രാഫ്റ്റിലൊന്നും കാണാത്ത ഒരു ടൈപ്പ് സാധനം ഇതുണ്ട്. ഇത് പശുവാണേ, ഇവിടെ പശുവുണ്ട്. അതല്ല, വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. എങ്ങനെ ഈ ഗെയിമൊക്കെ ഇത് സാധിക്കുന്നത്? ഈ ഗെയിം ഉണ്ടാക്കിയവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? വേറെ ഗൈസ്, ഒരു ആനേനെ കാര്യം ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് അതുമാത്രമല്ല, ആന ഉണ്ടത് എനിക്ക് പ്രശ്നമില്ല ഗൈസ്. പക്ഷേ ഇത് ചില സമയത്തുണ്ടല്ലോ ഗൈസ്, നമ്മളെ വെറുതെ വന്നിട്ട് ഇതുണ്ട് ഇവനാ ഈ കൂട്ടി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് അടിക്കാൻ ഗൈസ്. അല്ല പിന്നെ ഞാനിങ്ങനെ നിൽക്കില്ല. ഇതുണ്ടോ ഈ ഇത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള സാധനം ഗൈസ്. വേറെ ഒന്നല്ല, ഈ ഒറ്റ സാധനം കാണാനാണ് എനിക്ക് വരുന്നതാണ്. ഇതിപ്പം ഈ ഒരു കേജ് ഇവിടെ ഇല്ലെങ്കിൽ അതെൻ്റെ പുറകെ വരും ഗൈസ്. അപ്പോൾ ആനേനെയും അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊന്നുമല്ല, വേറെ കുറേ ജീവികൾ ഇനി ഞാനും കാണാറുണ്ട്, നിങ്ങളും കാണാറുണ്ട്. എൻ്റെ മോനെ അതൊക്കെ ഭയങ്കര സീനാണ് ഗൈസ്. അത് ആനയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. എങ്ങനത്തെ എങ്ങനെ എനിക്കറിയാൻ പാടില്ല. ഇത് ആനയൊക്കെ എന്നെ കുറേ പ്രാവശ്യം കൊന്നിട്ടുണ്ട്. പിന്നെ റീസ്പോൺ പോയിൻ്റ് സെറ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് എന്തോ ഭയത്തിന് എനിക്ക് ഇതിനകത്ത് പോയില്ല. അപ്പം ഇതാട്ടോ ഗൈസ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ എടുത്തേക്കുന്ന വീട്. വാടക വീടാണ് ഗൈസ്. യെസ്, വാടക വീടാട്ടോ. ഇതുണ്ടോ, അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാസിൽ പോലെ ഇരിക്കുന്നത്. ടോർച്ച് അങ്ങ് എടുത്തേക്കാം, കുറേ ടോർച്ച്. അപ്പോൾ ഏതാനും സമയത്തിനകം നമ്മൾ എന്താ പറയുക, ഇവിടുന്ന് പോവും. യെസ് ഗൈസ്, അതെ, നമ്മുടെ ഇവിടുത്തെ കെട്ടും കിടക്കയൊക്കെ എടുത്ത് നമ്മൾ നേരെ വേറൊരു വീട്ടിലേക്ക് പോവും. വേറെ വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോകും ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനമൊക്കെ ആക്കിയെടുക്കണം. വേറെ ഒന്നുമില്ല, കുറച്ച് സ്റ്റിക്ക് വേണം, എന്നാലും നമുക്ക് വെപ്പൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്റ്റിക്ക് ഇപ്പോൾ നമ്മൾ വുഡ് വെച്ച് ഉണ്ടാക്കാം. നമുക്ക് പിന്നെ മൈനൊക്കെ ചെയ്യാം. വീടൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് മൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കുറേ അധികം സാധനങ്ങളൊക്കെ ആക്കിയെടുക്കണം. ഓക്കെ, നമുക്ക് സോഡ ഉണ്ടാക്കണം ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ആക്സ് ഉണ്ടാക്കണം. ഇപ്പം മരം വെട്ടാൻ പോകണം ഗൈസ്. കുറേ ആക്സ് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ മരം വെട്ടാനാണ് പോകുന്നത് സുഹൃത്തുക്കളെ. മരം വെട്ടണം, എന്നാലേ നമുക്ക് വീടിൻ്റെ ബാക്കി പണി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതാ ഗൈസ്, ഈ നിൽക്കുന്ന സാധനം കണ്ടോ ഗൈസ്, ഇതാണ് അടുത്ത സാധനം ഞാൻ കാണിച്ചത്. ഇവിടെ ഉണ്ട് എൻ്റെ പോയത്. ഇതുണ്ടോ, ഗൊറില്ല ഗൈസ്, ഗൊറില്ല. ഇതിനപ്പുറം ആ ഗെയിമുകാർ എന്തെങ്കിലും ചെയ്യാനുണ്ട് ഗൈസ്. ഗെയിം ഉണ്ടാക്കിയവർ ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല. എൻ്റെ മോനെ അതൊക്കെ ഭയങ്കര സീനാണ് ഗൈസ്. കാരണം നമ്മൾ ചില സമയത്ത് നമ്മളെ പുറകെ വെറുതെ വരും. അതുങ്ങൾ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്യണമെന്നില്ല, അത് തന്നെ വരും. അതുങ്ങളെല്ലാം ആനയായാലും പന്നിയായാലും, ആ പന്നിയാണ് മെയിൻ സാധനം. നമ്മൾ അടുത്തൂടെ പോയാൽ അപ്പോൾ വരും ഗൈസ്. പിന്നെ ഇവിടെ ഒരു അയൺ ഗോളം ഉണ്ട്, ഈ വില്ലേജിൻ്റെ അയൺ ഗോളം. അത് ഭയങ്കര സീനാണ്. അത് ഞാൻ വെറുതെ നിന്ന സമയത്ത് എന്നെ ഒന്ന് കൊന്നിട്ടുണ്ട് 2-3 പ്രാവശ്യം. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും കാണിക്കണമെന്ന്. ചില സമയത്ത് വരത്തുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിവിടെ ഇടാം ഗൈസ്. യെസ്, ഓ ഗൈസ്, ഇത് ജംഗിൾ പ്ലാങ്ക്സ് ആണല്ലോ. നമ്മുടെ അപ്പോൾ ഇല്ലേ ഇത്? എൻ്റെ മോനെ, നമ്മുടെ കയ്യിലിപ്പം കുറേ ആക്സ് ഉണ്ടോ? ഓക്കെ, അത് ജംഗിൾ പ്ലാങ്ക്സ് ആണ്. നമുക്ക് ഓക്കാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇത് വെട്ടിയിടുക ഗൈസ്.
എൻ്റെ മോനെ ഞാനിത് ഓപ്പൺ നമ്മൾ മൊത്തം മോക്ക് വെച്ചാക്കിയത്, പിന്നെ നമ്മൾ പകുതിയൊക്കെ ജംഗിൾ വെച്ചാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ശരിയാവുന്നത്. അതുകൊണ്ടാണ് മൊത്തം എടുത്തേക്കാം. യെസ്, ഓക്കെ കിട്ടിയിട്ടുണ്ടേ. പൊളി പൊളി എൻ്റെ മോനെ സീൻ. ഇത് മൊത്തം അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്ലോക്ക് ഉണ്ടാക്കാം. മറ്റേ ഈ ബ്ലോക്കില്ലേ, ഏത് ബ്ലോക്ക്, അത് നമുക്ക് കിടന്നുറങ്ങാം ഗൈസ്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട് എൻ്റെ മോനെ. രാത്രി ആയി നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ഇവിടെ മറ്റേ ഇവന്മാരുടെ പരിപാടിയാണ്. രാത്രി ആയിട്ടുണ്ട്, അവന്മാർക്ക് നല്ല പാർട്ടിയാണ് ഗൈസ്. പക്ഷേ നമുക്കങ്ങനെയല്ലല്ലോ ഗൈസ്, നമുക്കിവിടെ യുദ്ധം. ഇതുവരെയും കിടന്നുറങ്ങിയേക്കാം ഗൈസ്, രാവിലെ ആയിട്ട് പരിപാടികളാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഏറ്റിട്ടുണ്ട്. സമയം നമ്മുടെ മെയിൻ പരിപാടിയാണ്. എല്ലാം വെട്ടിയെടുത്ത് പറക്കി ആക്കി എടുക്കുക വരണം. മൊത്തം സീനാണ് ഗൈസ്. അപ്പം നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്നും വെച്ചോണ്ടിരിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഗൈസ്. അപ്പം നമ്മൾ മൊത്തം വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കണം ഗൈസ്. അങ്ങനെ പുതിയൊരു വീട് പണിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. എൻ്റെ മോനെ ഇതൊക്കെ പറക്കി പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ. ഇതൊക്കെ ഇനിയൊക്കെ വെച്ച് വരണം. സീനാണ് ഗൈസ്. വീടായി കഴിയുമ്പോൾ നമുക്ക് കുറേ മൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അപ്പം പിന്നെ വേറെ കാര്യം ഗൈസ്, വേറൊന്നുമല്ല, ഈ ലോക്കി ക്രാഫ്റ്റ് നമ്മൾ കുറേ നാൾ കളിക്കണമെന്നൊന്നുമില്ല. വേണമെന്നില്ല ഗൈസ്. അത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വേണമെങ്കിൽ മൈൻക്രാഫ്റ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മൈൻക്രാഫ്റ്റിനെ കുറച്ച് സംഭവമായിട്ടുണ്ടായിരുന്നു. ആദ്യം കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മൈൻക്രാഫ്റ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുവാണെങ്കിൽ മൈൻക്രാഫ്റ്റ് നമ്മൾ ചിലപ്പോൾ കളിക്കാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതായാലും മൈൻക്രാഫ്റ്റ് ആയിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യ്. ഞാൻ നോക്കാം ഗൈസ്. മൈൻക്രാഫ്റ്റും കാര്യങ്ങളും നമുക്ക് ഇനി കളിക്കാൻ പറ്റും നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോക്കി ക്രാഫ്റ്റ് വിട്ടിട്ട് നമ്മൾ മൈൻക്രാഫ്റ്റ് തന്നെ ആക്കി നമുക്ക് കളിക്കാൻ നോക്കാം ഗൈസ്. ഓക്കെ, പിന്നെയും അത് ഗൈസ് അതെന്താ അങ്ങനെ വന്നേ ഗൈസ്? ഇത് പിന്നെയും മറ്റേ വുഡാണല്ലോ ഗൈസ്, മറ്റേ ജംഗിൾ വുഡാ അല്ലേ? ഓക്ക് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് പരിപാടി ഓക്ക് പ്ലാന്റ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ച് കളയാം. ഓക്ക് പ്ലാന്റ്സ് ഒന്നും നമുക്ക് ഓക്ക് പ്ലാന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ ഈ സാധനം നമുക്ക് വേണ്ട. ഏത് ജംഗിൾ പ്ലാങ്കോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, അത് നമുക്ക് വേണ്ട ഗൈസ്. എൻ്റെ മോനെ അതിൻ്റെ മരം ഏതാ പോലും നോക്കാം ഗൈസ്. വെച്ച് ഫുഡ് കഴിക്കാം. ഇതൊക്കെ ഒന്ന് സെറ്റപ്പായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കേ, അപ്പോൾ ഗൈസ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് കട്ടയും കൂടെ നമ്മൾ വെച്ചു. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇവിടെ നമുക്ക് വെക്കാൻ ഗൈസ്. പൊളി ഗൈസ്. അവിടെ പോയിട്ട് നമ്മുടെ കയ്യിലുള്ള ചെസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വീട്ടിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് മൊത്തം പൊളിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കാനുണ്ട്. വെച്ച് ഇതൊക്കെ സെറ്റാക്കി വീട്ടിലെത്തണം ഗൈസ്. എൻ്റെ മോനെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവെക്കാം. ഒന്നും വേണ്ട ഗൈസ്. ജംഗിൾ പ്ലാന്റ്സ് പിന്നെയും ഇവിടെ തൂരക്കളാണല്ലോ. തൂരക്കളന് ആവശ്യം വരും കേട്ടോ. ഡട്ട് പിന്നെ വേലി അതിന് സാധനം ആകെ ഒന്ന് അറിഞ്ഞു ഗൈസ്. നമുക്ക് നോക്കാം. ഈ ചെസ്റ്റ് അങ്ങ് പൊളിച്ചെടുക്കാം. ഇതിനകത്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലേ? വേറെ നമുക്ക് നമ്മൾ ഈ ഫുഡ് ഐറ്റംസും എല്ലാം കൂടെ മാറ്റി വെക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെയൊക്കെ വെള്ളം വീഴുന്നുണ്ട്. ബെഡ് മെയിനാണ്. ബെഡ് ആദ്യം എടുക്കണം ഗൈസ്. ബെഡ് എടുക്കാൻ ഒരു പരിപാടിയില്ല. നമുക്ക് നേരെ ഇതിന് പോകാൻ പറ്റില്ല ഗൈസ്. നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാം. വാതിൽ നമുക്ക് പൊളിച്ചെടുത്താം ഗൈസ്. കാരണം ഇനിയിപ്പോൾ ഈ വീടിന് വാതിലൊന്നും വേണ്ട ഗൈസ്. എന്തിന് വാതിൽ? ഇതിൻ്റെ വാതിലൊന്നും വേണ്ട ആവശ്യമില്ല നമുക്ക്. വാതിലൊന്നും വേണ്ട ഗൈസ്. ഒക്കെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അത് എനിക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു. വേണമെന്നില്ല ഗൈസ്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വീടുണ്ടെങ്കിൽ ഈ വില്ലേജിലോട്ടൊക്കെ പോകാനാണെങ്കിൽ എല്ലാ ദിവസവും പോകാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇനി മൈൻ ചെയ്യാനും വാതിൽ വെക്കാം ഗൈസ്. വാതിൽ തുറക്കാൻ വേണ്ടി അങ്ങനെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അടിപൊളി. ടോർച്ചും കാര്യങ്ങളും എടുത്ത് വെക്കാം ഗൈസ്. കാരണം നമ്മൾ ടോർച്ച് എടുത്ത് ഇവിടെ വെക്കാനാണ്. ഇവിടെ ഒന്ന് വെക്കാം. പിന്നെ ഇവിടെ വന്നിരിക്കട്ടെ. പിന്നെ ഇവിടെയും മൂന്ന് ടോർച്ചുള്ളൂ. ഇത് അങ്ങ് എടുത്തേക്കാം. ഇത് നമുക്ക് നമ്മുടെ ചുറ്റും വെക്കണം. കാരണം അധികം സോംബീസും ക്രീപ്പേഴ്സൊന്നും എടുക്കാതിരിക്കാം. ക്രീപ്പറാണ് എപ്പോഴും ഈ പണി തരുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് എന്തിനാണ് ഈ ഇവന്മാർക്കൊക്കെ ഇതാക്കി വെക്കുന്നത്? നമ്മളായിട്ട് എന്തിനാണ് ഇവന്മാർക്ക് വൈകുന്നേരത്തെ ഡിന്നറാക്കി കൊടുക്കുന്നത്? ഒന്നാമതേ അമ്മ ഇവിടെ നോക്കിയിരിക്കുവാണ് നമ്മൾ വരാൻ വേണ്ടി. അപ്പോൾ നമ്മളായിട്ട് വിടുന്നത് എന്തിനാണ് അവന്മാർക്ക്? ഭയങ്കര മഴയും കാര്യങ്ങളാണ് ഈ പുറത്ത്. സീനൊന്നുമില്ല ഗൈസ്. നമ്മളൊക്കെ എത്ര മഴയത്ത് നിന്നിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ. അപ്പം മഴയത്താണെങ്കിൽ നമ്മൾ പണിയെടുക്കും ഗൈസ്. ജസ്റ്റ് നമ്മൾ ഒന്നുണ്ടാക്കിയിട്ടുണ്ടേ.
ഒരു ഇനി ജസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലേ? പിന്നെ ഒരു മറ്റേ വേറെന്തോ വുഡ് വേണമെന്നാണ് പറയുന്നത്. എന്തിനാട്ടോ ഓക്കെ ഇതൊക്കെ എന്നാ ബീഹൈവ് ഒക്കെ ആക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ചെസ്റ്റിന് തരാം. പിന്നെ വില്ലേജസിൻ്റെ കുറേ ഓസിയായിരുന്നു, സീനൊന്നുമില്ല. അപ്പം ചെസ്റ്റിലോട്ടെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഈ എൻ്റെ മോനെ പൊളി. അപ്പം ഇതടയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൂരയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്ത് ആദ്യം ബെഡ് ഇടാൻ പോകുന്ന സുഹൃത്തുക്കളെ. ഈ എൻ്റെ മോനെ പൊളി. ഇപ്പോൾ ബെഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പം സ്വന്തമായിട്ടൊരു കൂരയൊക്കെ പണിത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അടിപൊളിയാണ് ഗൈസ്. അപ്പം ഗൈസ് വീഡിയോ കണ്ടവരെല്ലാം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഗൈസ്. സബ് ചെയ്യാത്തവരുണ്ട് ഗൈസ്, ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ഗൈസ്. നമ്മളിപ്പോൾ 40 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ ഗൈസ്. 1K സബ്സ്ക്രൈബേഴ്സ് ആക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല. ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.